ഞങ്ങളിതാ ബഹ്റൈൻ ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട്. വന്നിറങ്ങി. സൗദി ബോർഡറിലെ മിഡിൽ ഐലൻഡ് അല്ലേ? ഇതിന് ബഹ്റൈൻ്റെയും സൗദിന്റെ ഇടയിൽ ഒരു മിഡിൽ ഐലൻഡ് ഉണ്ട്. അവിടെയാണ് സൗദിന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷനും ചെക്ക് പോസ്റ്റ് ഒക്കെ ഉള്ളത്. അവിടെ ഉള്ളത് ഇപ്പൊ ഞങ്ങള് കറന്റ് ഭയങ്കര കാറ്റ്. ഇവിടെ ഇങ്ങോട്ട് കിടന്നുണ്ടല്ലോ, അയ്യോ സെക്കൻഡിൽ ഉറങ്ങിപ്പോവാ. Wow, see? So many boat. Wow. 1, 2 boat. തെസിക്കോടുന്ന് ബീച്ചിന്ന് പോരണ്ട. ഒട്ടും തിരയില്ലാത്ത ബീച്ചല്ലേ. നമ്മള് ബഹ്റൈൻ കോസ്റ്റ്വേ ആണിത്. സൗദി ബഹ്റൈൻ കോസ്റ്റ്വേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 25 കിലോമീറ്റർ ഉണ്ട്. കോബാറിന്ന് വിട്ട് ഇൻബിറ്റ്വീൻ ഒരു മിഡിൽ ഐലൻഡ് ഉണ്ട്. അവിടെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നേരെ ബഹ്റൈനിലോട്ട് പോകാം. പക്ഷേ അറ്റ് ദിസ് മൊമെൻറ്റ് ഞങ്ങൾ ബഹ്റൈനിൽ പോകുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് കോസ്റ്റ്വേ ആ സൗദി ചെക്ക് പോസ്റ്റ് വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനിലാണ്. ഓക്കെ, അപ്പം എൻ്റെ ഉപ്പ ഫസ്റ്റ് ടൈം വരികയാണ് ഇവിടെ. ഞാനും വന്നിട്ടും ബഹ്റൈനിൽ പോയിട്ടുണ്ട്. ഉപ്പ ഫസ്റ്റ് ടൈമാണ് എന്നെ ഇവിടെ വരുന്നത്. അപ്പോൾ ഉപ്പക്കും ഇവിടെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ് ഞങ്ങൾ. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സ്റ്റിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് കാണിക്കുന്നു മാത്രം. അനുവിനെ വണ്ടിന്റെ മുകളിൽ കയറ്റി നിർത്തിക്കുകയാണ്. അനു, എന്താണ് അനു എക്സ്പീരിയൻസ് പറയൂ. സ്പീഡ് കുറക്കാൻ പറ്റുമോ? അത് മാക്സിമം കുറച്ചിട്ടേ പോകണം നമ്മള്. കേൾക്കാറുണ്ട് ഇങ്ങനെ പാലുണ്ട് എന്നുള്ളത്, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് അനുഭവമാണ്. മാഷാഅല്ലാഹ്, കടലിന്റെ നടുവ് കൂടെ യാത്ര. അതെ അതെ, നല്ലൊരു കാഴ്ചയാണ്. നല്ലൊരു കാഴ്ച. പറ്റുന്നവരൊക്കെ കൂടെ ഒന്ന് വരണം. പക്ഷെ അതൊരു രാജ്യത്ത് നിന്ന് നമ്മൾ മറ്റൊരു രാജ്യം നോക്കി കാണണം. ഇവിടെ സൗദി എന്നാണ്ട് അതെ അതെ അതെ, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുമല്ലോ ഇതിന്. ഇത്രയും ദൂരം തന്നെ ഹലോ ആ ബോർഡർ കൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടേ, ചിലപ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. ചെക്ക് പോസ്റ്റാണ് അങ്ങോട്ട്. അവിടെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ ആ ബിൽഡിങ്സ് അങ്ങോട്ട് സംഭവം അടിപൊളിയല്ലേ? നല്ലൊരു അടിപൊളി കാഴ്ച. നമ്മള് രാത്രി വന്നാ നമ്മള് നമ്മൾ വന്നാൽ ഒന്നും കാണാൻ നഷ്ടമായി കേട്ടോ. അതെ, നല്ല സമയം നമ്മൾ വന്ന സമയം. കണ്ടോ ബഹ്റൈനാ കാണുന്നത്. മാഷാഅല്ലാഹ്, ബഹ്റൈൻ രാജ്യം. അവിടേക്ക് ബിൽഡിങ്. ഓ ഉണ്ട് നിങ്ങള്. നമ്മളിതാ ബഹ്റൈനിൽ പോവാണ് കേട്ടാ. നിർത്താൻ പറ്റുമോ? ബഹ്റൈൻ്റെയും സൗദിൻ്റെ ഇടയിൽ ഒരു മിഡിൽ ഐലൻഡ് ഉണ്ട്. അവിടെയാണ് സൗദിൻ്റെ പാസ്പോർട്ട് വെരിഫിക്കേഷനും ചെക്ക് പോസ്റ്റൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ കറന്റ്. ഇവിടെ നല്ല ഉച്ചയാണ്, പക്ഷേ കാറ്റ് ഭയങ്കര കാറ്റ്. ഇവിടെ ഇങ്ങോട്ട് കിടന്നുണ്ടല്ലോ, അയ്യോ സെക്കൻഡിൽ ഉറങ്ങിപ്പോവാ. ഭയങ്കരമാണ്. ബാക്കിലുള്ള ഈ പനൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കാറ്റ് കാരണം നല്ല ഒരു സൈഡിലോട്ട് വലിഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ ഇലകളൊക്കെ. ഈ യാത്ര ക്ഷീണം ധാരാളമാണ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഒരു പാ കെട്ടിയാ കിടക്കാൻ നിൽക്കുന്നു. വെള്ളത്തിന്റെ കളറ് ടോർക്കോയ്സ് കളറാണത്. താഴെ ഒരു കമ്പിന്റെ വേലി എന്താ കെട്ടീന്, അല്ലെങ്കിൽ അതാ കമ്പി വേലി. അതെ, ഒരു അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ അവിടെ ഇരിക്കാനും വേണ്ടിയിട്ട് ചെയറും ഇതാ മാറ്റും കൊണ്ട് പോവാണ്. ജാനിക്കാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതാ ബഹ്റൈനിൽ നിന്ന് വരുന്ന വണ്ടികളാണ് ഈ കാണുന്നത്. ബസ്സിന്റെ അടുത്തേക്ക് പോവാ.
നമ്മൾ ഈ ഒരു ഹോട്ടലിന്റെ ജിം സെക്ഷനിലാണുള്ളത്. ഈ ഒരു വണ്ടി ഇങ്ങനെ പോവാണ്, വേറെ വണ്ടി വലിച്ചുകൊണ്ട് പോവാണ്, ഫ്രണ്ടും കെട്ടാണ്. ഓക്കെ, ഓ എണീക്കുമ്പോ കാണുന്ന അതാണ്. ഹലോ, ഞങ്ങളിപ്പോ ദമാമിന്ന് ഇറങ്ങി, ഞങ്ങൾ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇപ്പം റിയാദക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞില്ലേ, 50-60 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്തു. ഇനിയുണ്ട് ഒരു 350 കിലോമീറ്റർ അടുത്ത് ഇനിയുണ്ട്. അപ്പോൾ രാത്രിയോടുകൂടി എത്താനുള്ള പ്ലാനാണ്. അപ്പം ദമാമിൻ്റെ ഒരു എന്താ പറയുക, ഒരു അൺഫോർഗറ്റബിൾ ട്രിപ്പായിരുന്നു. നല്ല രസമുള്ള ഒരു ട്രിപ്പും. ഉപ്പ എക്സ്പെഷ്യലി ആയിട്ട് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഉപ്പ ജിദ്ദന്ന് ദമാമക്ക് വന്നതും, ഉപ്പൻ്റെ കൂടെ ഫസ്റ്റ് ടൈം, ഉപ്പ ആദ്യമായിട്ടാണ് ദമാമ വരുന്നത്. ആ ഉപ്പൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഫസ്റ്റ് ആയിരുന്നു. അതുപോലെ റാസിൻ്റെ ഒരു അടിപൊളി ട്രീറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ ഇവിടെ എന്താ പറയുക കോസ്വേയിൽ പോയിട്ട് അവിടെ കുറേ നേരം ബഹ്റൈൻ അവിടെ മിഡിൽ ഐലൻഡിൽ പോയി ഒന്ന് സ്പെൻഡ് ചെയ്തതും ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു മറക്കാനാകാത്തൊരു എക്സ്പീരിയൻസ്. ദമാമിൽ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്, കുറേ വട്ടം കോസ്വേയിൽ പോയിട്ടുണ്ട്, ഇവിടെ കുറേ ചേർന്നിട്ടുണ്ട്. എന്നാലും അതെ, സ്പെഷ്യലായിരുന്നു ഇപ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങളിനി രാത്രിയോടുകൂടി എത്താനുള്ള പ്ലാനാണ്. അപ്പോൾ എല്ലാവരും ഓക്കെ, ആയിക്കോട്ടെ, നടക്കട്ടെ. ഇനി പറയണ്ട. ശരി, ബൈ ബൈ. ഓക്കെ, അസ്സലാം.